ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് മനസ്സിരുത്തി ചിന്തിച്ചു നോക്ക് കേട്ടോ. സൂറത്തു ദാരിയാത്തിൽ 20-ാമത്തെ 21-ാമത്തെ ആയത്തുകൾ, വഫിൽ അർളി ആയാതുല്ലിൽ മൂഖിനീൻ, ദൃഢവിശ്വാസമുള്ള ആളുകൾക്ക് ഭൂമിയിൽ പല ദൃഷ്ടാന്തങ്ങളും ഉണ്ട്. വഫി അംഫുസിക്കും, മാത്രമല്ല നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളും ഉണ്ട്. അഫലാ തുബസിറൂൻ, പിന്നെ അള്ളാഹുവിന്റെ ഒരു ക്വസ്റ്റ്യനിങ് ആണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്, നിങ്ങളതൊന്നും കാണുന്നില്ലേ എന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ബയോളജിക്കലി വി ഹാവ് എ ഡിഫൻസ് സിസ്റ്റം ഇൻ അവർ ബോഡി. നമ്മളെ ബോഡിയിൽ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്, ഒരു ഇൻവിസിബിൾ സോൾജിയേഴ്സ് ഉണ്ട്. ഡെയിലി തൗസൻഡ്സ് ഓഫ് ബാക്ടീരിയനെ നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടിയിട്ട് ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വൈറസ് നമ്മളെ ബോഡിയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ആ സ്പോട്ടിൽ അതിനെ സ്കെച്ച് ചെയ്തിട്ട് നശിപ്പിച്ച് കളയുന്നു, എന്നിട്ട് അതിന്റെ മെമ്മറിയിൽ ഫീഡ് ചെയ്ത് വെക്കുന്നു. നെക്സ്റ്റ് ടൈമിൽ അതേ വൈറസ് നമ്മളെ ബോഡിയിലേക്ക് പിന്നെയും എൻ്റർ ആയി കഴിഞ്ഞാൽ ഓൺ ടൈമിൽ അതിനെ നോട്ടീസ് ചെയ്തിട്ട് ഡിസ്ട്രോയ് ചെയ്ത് കളയും. ഈ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിനെയോ നമ്മുടെ ശരീരത്തിലുള്ള നല്ല ബാക്ടീരിയനെയോ ഒരിക്കലും നശിപ്പിക്കുന്നില്ല. കൃത്യമായിട്ട് ട്രെയിൻ ചെയ്തു വിട്ട സോൾജിയേഴ്സിനെ പോലെയാണ് ഇവരുടെ ലക്ഷ്യവും വ്യക്തതയും പ്രവർത്തനങ്ങളൊക്കെ. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോലും റെസ്റ്റ് ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈ ചാൻസ് ആയിട്ട് രൂപപ്പെട്ട ഒരു സിസ്റ്റത്തിന് ഇത്രയും കൃത്യതയും വ്യക്തതയും നിയന്ത്രണമൊക്കെ ഉണ്ടാവുമോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊന്നും യാദൃച്ഛികമായിട്ട് ബൈ ചാൻസ് ആയിട്ട് സംഭവിക്കുന്നതേ അല്ല. പൂർണ്ണമായിട്ടും അള്ളാഹുവിന്റെ ഡിസൈനാണ്, അള്ളാഹുവിന്റെ കമാൻഡ് അനുസരിച്ചിട്ടാണ്. എവറിത്തിങ് ഫങ്ഷൻ അണ്ടർ ഹിസ് കൺട്രോൾ.